ജൂലൈ 5-ന് ജപ്പാനെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്ന് പ്രഖ്യാപിച്ചതിലൂടെ ലോക ശ്രദ്ധ നേടിയ വ്യക്തിയാണ് റിയോ തൽസുഗി. തൽസുഗിയുടെ ഈ പ്രഖ്യാപനത്തോടെ ജപ്പാന്റെ വിനോദസഞ്ചാര മേഖലയുൾപ്പെടെ കുത്തനെ ഇടിഞ്ഞിരുന്നു. പക്ഷേ പ്രവചനം പോലെ ഒന്നും തന്നെ ജൂലൈ 5-ന് സംഭവിച്ചില്ല. സാധാരണ ഒരു ദിവസം പോലെ അതും കടന്നുപോയി. എന്നാൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ജപ്പാനിൽ സുനാമി തിരകൾ ആഞ്ഞടിച്ചു. ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടായി. ഇതോടെ തൽസുഗിയുടെ പ്രവചനം വീണ്ടും ചർച്ചയാവുകയാണ്. ജപ്പാനിലെ ഹാക്കൈഡോയിൽ സൈറണുകൾ മുഴങ്ങി. കാലാവസ്ഥാ ഏജൻസി ജനങ്ങൾക്ക് അടിയന്തര മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഫുകുഷിമ ആണവ നിലയത്തിൽ നിന്ന് പോലും മുൻകരുതൽ എന്ന നിലയിൽ തൊഴിലാളികളെ ഒഴിപ്പിച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. തന്റെ പ്രവചനം കൊണ്ട് ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ വ്യക്തിയാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക. അവരുടെ 90% പ്രവചനവും യാഥാർത്ഥ്യമായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ജപ്പാന്റെ പുതിയ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ആളാണ് മാങ്ക കലാകാരിയായ റിയോ തൽസുഗി. 2025-ൽ ജപ്പാനിൽ വലിയൊരു ദുരന്തം വരുന്നുണ്ടെന്ന് അവർ പ്രവചിച്ചിരുന്നു. 2025 ജൂലൈ 5-ന് ജപ്പാനിലും ഫിലിപ്പീൻസിലും ഇടയിലുള്ള കടലിനടിയിൽ ഒരു വിള്ളൽ വീഴുകയും ഇത് ടൊഹോക്കു ഭൂകമ്പത്തേക്കാൾ 3 ഇരട്ടി ഉയരമുള്ള സുനാമി ഉണ്ടാക്കുമെന്നുമായിരുന്നു അവരുടെ പ്രവചനം. ദുരന്തമുണ്ടാകുന്ന സമയമടക്കം പ്രവചിച്ചു. അത് ജപ്പാനിൽ മാത്രമല്ല ലോകമെമ്പാടും ഏറെ ചർച്ചയായി. ഇതിന്റെ ഫലമായി ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ ഇടിവാണ് സംഭവിച്ചത്. ബാബ വാങ്ക ഈ സംഭവത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടില്ലെങ്കിലും അവരുടെ മുൻ പ്രവചനത്തെ ബന്ധപ്പെടുത്തിയാണ് ഇക്കാര്യം ചർച്ചയാക്കുന്നത്. ദിവസമേ മാറിപ്പോയിട്ടുള്ളൂവെന്നും അവർ പറഞ്ഞത് സംഭവിക്കുന്നു എന്നുമൊക്കെയാണ് ആളുകൾ അഭിപ്രായപ്പെടുന്നത്. തൽസുഗിയുടെ പ്രവചനത്തിന് പ്രാധാന്യം ലഭിക്കാൻ ഒരു കാരണം കൂടിയുണ്ടായിരുന്നു. ജൂണിൽ 10-ലധികം ഭൂകമ്പങ്ങൾ ജപ്പാനിലുണ്ടായി. 2 ആഴ്ചക്കിടെ 1000-ലധികം ഭൂകമ്പങ്ങൾ. ജൂൺ 23-ന് 183 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ചെറുചലനങ്ങൾ വരാനിരിക്കുന്ന വലിയ ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും സൂചനയാണെന്നും ജനം ഭയപ്പെട്ടു. ജപ്പാനിലേക്ക് യാത്രകളടക്കം വേണ്ടെന്ന് വെച്ചവരും ധാരാളമാണ്. ജൂലൈ 5-ന് അപകടമൊന്നും സംഭവിച്ചില്ലെന്ന ആശ്വാസത്തിൽ തൽസുഗിയുടെ പ്രവചനം മറന്നു തുടങ്ങിയപ്പോഴാണ് ഇന്ന് ഭൂകമ്പവും പിന്നാലെ സുനാമിയും എത്തിയത്. 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റഷ്യയിലെ കാംചത്ക ഉപദ്വീപിനെ പിടിച്ചുകുലുക്കി. പിന്നീടുണ്ടായ സുനാമി റഷ്യയിലെ തുറമുഖ നഗരമായ കുറിസ്കിൽ വലിയ നാശനഷ്ടമുണ്ടാക്കി. ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയ തീരങ്ങളിൽ എല്ലായിടത്തും ഇതിനകം സുനാമി തിരകൾ എത്തിയിട്ടുണ്ട്. എന്നാൽ വേണ്ടത്ര സുരക്ഷ മുൻകൂട്ടി കണ്ട് സ്വീകരിച്ചതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. 2011-ലെ ഭൂകമ്പത്തിലും സുനാമിയിലും വലിയ നാശനഷ്ടം സംഭവിച്ച പ്രവർത്തനരഹിതമായ ഫുകുഷിമ ആണവ നിലയത്തിലെ തൊഴിലാളികളെ അടക്കം ഇന്ന് ഒഴിപ്പിച്ചിരുന്നു. ലോകമെമ്പാടും 10ഓളം രാജ്യങ്ങൾ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ മിക്കയിടങ്ങളിലും ഇതിനകം സുനാമി തിരകൾ എത്തിയിട്ടുമുണ്ട്. അതേസമയം ഒരു ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന സുനാമി പ്രതീക്ഷിക്കാമെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രാരംഭ ഭൂകമ്പത്തിന് ശേഷവും സുനാമി തിരമാലകളും അനുബന്ധ അപകടങ്ങളും നിലനിൽക്കാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകൾ ജാഗ്രത പാലിക്കണമെന്ന് ഏജൻസി സൂചിപ്പിച്ചു. ഭൂകമ്പത്തിന് ശേഷവും 24 മണിക്കൂറിലധികം അപകട സാധ്യത തുടരുമെന്നും തീരപ്രദേശങ്ങൾ ഒഴിവാക്കാനും ഔദ്യോഗിക അപ്ഡേറ്റുകൾ പ്രകാരം ജാഗ്രത പാലിക്കാനും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രാരംഭ തിരമാല 30 സെന്റിമീറ്ററിലെത്തിയ ഹൊക്കൈഡോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ കാറിലോ കാൽനടയായോ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.